പ്രിയപ്പെട്ടവരെ നോക്കൂ, നീ എന്ത് അടിസ്ഥാനത്തിലാണ് ആ കുട്ടിയെ പറയുന്നത്? നീ പുട്ടി വിട്ടിട്ട് ഈ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരിക്കുന്ന നിന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം എല്ലാവരെയും ചെയ്യുകയാണെങ്കിൽ അയാളുടെ ഇത് ഒരു വീഡിയോ എടുത്ത് ഇടണം. ഇട്ടിട്ട് ഇതാടാ ഇത് എൻ്റെ നിലപാടാ, ഇത് സൗഹൃദവും നിലപാടും വേറെ വേറെയാന്ന് പറഞ്ഞ് വലിച്ചു കൂവണം. അതാ വേണ്ടത്. അല്ലാതെ ബിരിയാണി നമുക്ക് എവിടെ നിന്നും കിട്ടും? ഞാനേ ഒരു ചെങ്ങായിനെ കണ്ടിട്ട് വിചാരിച്ചു ഓൻ ഭയങ്കര നിലപാടുകളുടെ രാജകുമാരനാണ്, സത്യസന്ധമായിട്ട് വീഡിയോ ചെയ്യുന്നവനാണ്, സത്യത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്നവനാണെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. നോക്കുമ്പോൾ ഇവന്റെ പരിപാടി എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവൻ ആരെയൊക്കെ എന്തെങ്കിലും ടാർഗറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയാണ് മോശക്കാരാക്കേണ്ടത്, ജനങ്ങൾ എങ്ങോട്ടാണ് തിരിയുന്നത് എന്നൊക്കെ നോക്കിയിട്ടുള്ള ഒരു റിയാക്ഷൻ ചെയ്യുന്ന ഒരുത്തനാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ഇവന്റെ സ്ഥിരം പ്രേക്ഷകനായിരുന്നു. പക്ഷേ ഇന്നലെ ഇവന്റെ ഒരു വീഡിയോ കണ്ടപ്പോഴും, നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണണേ. നിങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ച് വന്നല്ലേ? നിങ്ങളിപ്പോ ഒരു വലിയ കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ ശ്രമിച്ചു, പക്ഷെ അത് നടന്നില്ല. നിങ്ങളുടെ പ്രിയപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട ജാസിയെ നിങ്ങൾ കണ്ട സമയത്ത് നിങ്ങൾ ഞാനുമായിട്ടൊന്ന് പൊട്ടിമുട്ടിക്കാൻ നോക്കി. ഞാനിപ്പോ കണ്ടു നിങ്ങൾ നീലക്കില്ലാത്ത മറ്റു ചാനലുകളൊക്കെ ഇവർ രണ്ടുപേരും കണ്ടുമുട്ടിയപ്പോൾ ഞങ്ങൾ എവിടെയാണ് കണ്ടുമുട്ടിയത്? കണ്ണും നോക്കി. എന്തായാലും സന്തോഷമുണ്ട്, കാരണം നിങ്ങൾ എല്ലാരും കാണാൻ പറ്റിയത് ഷിയാസിന്റെ പേരിടൽ ചടങ്ങുമായിരുന്നു. അപ്പോ ഷിയാസിനെ പറ്റിയിട്ട് ആശാൻ ഒന്നും പറയത്തില്ല. ഷിയാസിനെ പേടിയുണ്ട്. ഷിയാസിന്റെ ഫ്രണ്ടാണെന്ന് പറയുന്നുണ്ട് ആശാൻ. ഷിയാസിനെ പറ്റിയിട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടോന്ന് ഞാൻ ഇയാളെ പ്രൊഫൈല് മുഴുവൻ എടുത്ത് നോക്കുമ്പോഴേക്ക് ആശാൻ ഷിയാസിനെ പറ്റിയിട്ട് ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല. അതുപോലെ തന്നെ ജാസി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്നലെ മുന്നിൽ വന്ന് പെട്ടപ്പോഴേ, അതായത് ഇങ്ങേര് ടൗസറിൽ എനിക്ക് തോന്നുന്നത് ഇങ്ങേരൊന്ന് ഭയന്നിട്ടുണ്ട്, നല്ല രീതിയിൽ പേടിച്ചു പോയിന്. കാരണം എങ്ങനെയാ നോക്കുക, അതായത് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങേർക്ക് ഇത്ര ഭയമാണോ? അതായത് ജാസിയോട് എന്നിട്ട് പറയുകയാണ്, ജാസിയുമായിട്ട് എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഉണ്ട്. അഭിപ്രായ വ്യത്യാസം മാത്രമല്ല, ജാസിയെ ഏറ്റവും കൂടുതൽ തേച്ചൊട്ടിച്ചതും ഈ വിദ്വാൻ തന്നെയാണ്. മനസ്സിലാക്കണം നിങ്ങൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇയാൾ ഭയങ്കര സത്യസന്ധതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു. അപ്പോ ഇയാളുടെ ഫ്രണ്ട് സർക്കിളിൽ വരുന്ന ഒരാളെ പോലും ഇയാൾ ഒന്നും പറയത്തില്ല. ഇയാളുടെ ഫ്രണ്ട്ഷിപ്പായിട്ട് വരുന്ന, എന്നാൽ ഇയാൾക്ക് എന്തെങ്കിലും വേറെ പ്രശ്നം ഉണ്ടെങ്കിൽ അയാൾ ഷെഫീന ബീബിയൊക്കെ ഇയാൾ തേച്ച് മടക്കി ഒട്ടിച്ചിട്ട് അങ്ങ് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പ്രിയപ്പെട്ടവരെ നോക്കൂ, ഷെഫീന ബീബിയെ ഇപ്പോഴും എല്ലാവരും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ബൈജു അണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഈ നിലകൊള്ളുന്ന നിലപാടിന്റെ രാജകുമാരൻ എന്ന് വിചാരിച്ച് എനിക്ക് തെറ്റിപ്പോയി. ബൈജു അണ്ണൻ എന്നോട് ക്ഷമിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തെറ്റിപ്പോയതാണ്. ഞാൻ വിചാരിച്ച ബൈജു അണ്ണൻ ഇങ്ങനെയല്ല. ബൈജു അണ്ണൻ എല്ലാ കാര്യത്തിലും പ്രതികരിക്കുന്ന ആളാന്നാ വിചാരിച്ചത്. സദ്യ കിട്ടും, നമ്മളൊക്കെ എങ്ങനെയാ പ്രതികരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സദ്യയല്ല. ഇനി നമുക്കെന്ന് പറഞ്ഞാൽ സദ്യമില് സദ്യ കൊണ്ട് തന്നു കഴിഞ്ഞാലും നമ്മൾ നിലപാടിൽ നമ്മളെല്ലാരെയും വിമർശിക്കും, അത് ഉറപ്പാണ് നടന്നത്. അല്ലാതെ ഓനെൻ്റെ ഫ്രണ്ടാണ്, ഇവനെൻ്റെ ഇതാണ്, ഇവനെൻ്റെ ദോസ്താണ് ഈ എന്നൊന്നും നമ്മൾ നിൽക്കാറില്ല. സത്യസത്യസന്ധമായിട്ടേ ഞാൻ പറയുള്ളൂ. അതായത് എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഇങ്ങേര് ഷിയാസ് കരീമിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. അതിന്റെ ഒരു ഫലമാണ് ഇദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഷിയാസ് കരീം ഇദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ ഫംഗ്ഷന് ഒരു പക്ഷേ ഷിയാസ് കരീമിനെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഊണ് ഇദ്ദേഹത്തിന് നഷ്ടമാകും എന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ആ ഊണ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഷിയാസിനെ ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ അകത്ത് ഞാൻ ഷിയാസിനെ വിമർശിക്കാനോ അല്ലെങ്കിൽ ഷിയാസിന്റെ ഫംഗ്ഷനെ വിമർശിക്കാനോ ഒന്നും വന്നതല്ല കേട്ടോ. 2-3 ദിവസം മുമ്പ് ഇങ്ങേരുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിൻ്റെ അകത്ത് കമന്റ് എഴുതിയ ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞില്ലേ ഷെഫീന ബീബിക്ക് ഒരു വലിയ തെറ്റ് പറ്റി, അത് അവർ അംഗീകരിക്കുകയും ചെയ്തു. അവർക്ക് അതൊരു വലിയ അവരെ നാക്ക് പിഴ തന്നെയാണ്. അത് അവരുടെ പാടായി. അതിനെ ആരും ഇവിടെ സപ്പോർട്ട് ചെയ്തിട്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഒരാൾ പോലും അത് സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഷെഫീന ബീബി പറഞ്ഞത് കുറച്ച് കൂടി പോയി എന്ന് എല്ലാവരും പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇവൻ അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ ചെയ്തിട്ട് എക്സ്ട്രാ ആയിട്ട് ഇതൊക്കെ പറയുന്നതിന് യാതൊരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഷെഫീന ബീബിയോ ജാസിയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും എന്താ പറയുക അവരെയൊക്കെ തേച്ചൊട്ടിക്കുന്നതിനോ അല്ലെങ്കിൽ അവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പറ്റിയൊക്കെ വീഡിയോ ചെയ്യുന്നതിനോ ഞാൻ എതിരെയല്ല, ചെയ്യണം. പക്ഷെ ആ ചെയ്യലെന്ന് പറഞ്ഞ് എല്ലാത്തിലും വേണമായിരുന്നു. അതാ വേണ്ടത്. അല്ലാതെ ഇതെൻ്റെ ഫ്രണ്ടാണ്, ആ ഫ്രണ്ടിനെ ഞാൻ തൊടൂല, അവനെ ഞാൻ മിണ്ടൂല, അത് പാടില്ലല്ലോ. അതാണ് അണ്ണൻ്റെ പ്രശ്നം നടന്നത്. അണ്ണന് ഒരുപാട് ഇപ്പൊ ഷിയാസിനെ പറ്റിയില്ല കോൺട്രവേഴ്സി ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് കഴിഞ്ഞ ബിഗ് ബോസ് എന്ന് ഇറങ്ങിയത് മുതൽ നമ്മുടെ രജിത് സാറിനെ കൂട്ടാൻ വേണ്ടിയിട്ട് നെടുമ്പാശ്ശേരി പോയ അന്ന് മുതൽ തുടങ്ങിയതാണ്. അതായത് ഇങ്ങനെ ബിഗ് ബോസിൽ കിടന്നിട്ട് ഒരു കരച്ചിൽ കരഞ്ഞിന്
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷിയാസ് കരീം, അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ശരീരം പോലെയല്ല മനസ്സ് പിന്നെ മനസ്സിലായായിരുന്നു. ആള് ഒരു ഇതാണ് പാതാള ഹൃദയനാന്നാ പിന്നെ തോന്നിയത്. അപ്പൊ അവിടുന്ന് മുതൽ എന്ന് പറഞ്ഞാൽ ഷിയാസ് കരീം എയർ തന്നെയാണ് വല്ലപ്പോഴും. അത് കഴിഞ്ഞതിന് ശേഷം രജിത് കുമാറിനെ കൂട്ടാൻ പോയപ്പോഴാണ് കൂടുതൽ എയറിലായത്. കാരണം കൊറോണ കാലമായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഷിയാസ് കരീം പലതരത്തിലെന്ന് പറഞ്ഞാൽ എയർ തന്നെയായിരുന്നു. പക്ഷെ ആ എയറിലൊന്നും അങ്ങേരെ ഒരു തരത്തിലും ദ്രോഹിക്കാത്ത ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ ബൈജു അണ്ണൻ, നിലപാടുകളുടെ രാജകുമാരൻ. പക്ഷെ ബൈജു അണ്ണൻ ആളെ കണ്ടൂടെങ്കിൽ അവരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈജു അണ്ണൻ വലിച്ചു കയറി. എന്നിട്ട് ബൈജു അണ്ണന്റെ പേരെന്താ? നിലപാടുകളുടെ രാജകുമാരൻ. ഇവിടെയാണ് ഇവിടെ നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖം നോക്കാതെ, ഞാൻ പറഞ്ഞല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷെഫീന ബീബി എനിക്ക് സ്ട്രൈക്ക് തന്നൊരു വ്യക്തിയാണ് എന്ന് വിചാരിച്ചിട്ട് അവര് എല്ലാം പറയുന്നതിലും എനിക്ക് അവരോട് പകരം വീട്ടേണ്ട ഇതൊന്നുമില്ല. എനിക്ക് അങ്ങനെ ആവശ്യവുമില്ല. സത്യം പോലെയാണ് ഞാൻ പറയാ. മനസ്സിലാക്കിയെങ്കിൽ ഞാൻ സത്യമേ പറയാറുള്ളൂ. ഞാൻ പറഞ്ഞില്ല അവർക്ക് അന്നൊരു അബദ്ധം പറ്റി, ശരി തന്നെ. അതിന് വലിച്ചു കയറാൻ വേണ്ടി കുറെ ആൾ നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞു അത്രയേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്താ, ഇവിടെ സത്യമാണ് വലുത്. അവിടെ ഷഫീന ബീബിയോട് കാണിച്ച ആ ഒരു ഇത് അതെന്തുകൊണ്ടാണ് ഷിയോട് കാണിക്കാഞ്ഞത്? അതാണ് എനിക്ക് ചോദിക്കാണ്ടത്. അപ്പൊ നിലപാടുകളുടെ രാജകുമാരൻ എന്നാ മറന്നുപോയാ അപ്പൊ ഈ ഊണ് നഷ്ടപ്പെടും. ഈ ഊണ് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മറ്റേ അവനെ പറ്റി ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഷിയാസ് കരീമിനെതിരെ വീഡിയോ ഇട്ട അയാൾക്കെതിരെ പ്രതികരിച്ച അയാൾക്കെതിരെ റിയാക്ട് ചെയ്ത ഒരാളെ പോലും അയാൾ ഇന്നലെ വിളിച്ചിട്ടില്ല. ഒരു മനുഷ്യനെ പോലും വിളിച്ചിട്ടില്ല. ആ സമയത്താണ് നമ്മുടെ റിയാക്ഷൻ രാജകുമാരനായ ബൈജു അണ്ണൻ കയറി വരുന്നത്. ഞാൻ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. ഞാൻ ഒന്നുകൂടി ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി, അവസാനം കണ്ണട വെച്ച് നോക്കി, എന്നിട്ടും എനിക്ക് മനസ്സിലായില്ല. അവസാനം മനസ്സിലായത് ഈ മനുഷ്യൻ ഷിയാസിനെ പറ്റിയിട്ട് ഒരക്ഷരം മണ്ടാൻ തയ്യാറല്ല. ഞാൻ മിണ്ടില്ല, അങ്ങനെയാണ്. അപ്പോ നിലപാട് എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ അണ്ണാ. ഒരു സദ്യ അത് നഷ്ടപ്പെടുത്താതിരിക്കുന്ന നിങ്ങളുടെ ആ ബുദ്ധി ഞാൻ അഭിനന്ദിച്ചേ മതിയാവും. എനിക്ക് അഭിനന്ദിച്ചേ മതിയാവും. ഞാനിപ്പം പറഞ്ഞല്ലോ, ഞാനിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഷെഫീന ബീവിക്കെതിരെയോ അല്ലെങ്കിൽ മറ്റേ ജാസിക്കെതിരെയോ വീഡിയോ ഇട്ടുകൊണ്ട് വന്നതല്ല. പക്ഷെ അവരെയൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യാൻ അറിയാം. കാരണം എന്താ, അവിടുന്ന് ഒന്നും ഒരു ഊണ് പ്രതീക്ഷിക്കുന്നില്ല. അവിടെ ഒന്നും ഒരു ഊണില്ല. ഊണില്ലാതെ എടുക്കുക. പിന്നെ അവിടുന്നൊക്കെ എന്തെങ്കിലും വല്ല ഊണും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അണ്ണനുമായിട്ട് വല്ല എന്താണെന്ന് വെച്ചാൽ കോണ്ടാക്ട് ഒരു സൗഹൃദം ഉണ്ടെങ്കിൽ അവരെയും വെറുതെ വിടുമായിരുന്നു. അപ്പോൾ അണ്ണന് കൃത്യമായിട്ട് നയം നോക്കിയിട്ട് പ്രതികരിക്കാൻ അറിയാം. ഇതാണ് പറയുന്നത് നമ്മൾ സെലക്റ്റീവ് എന്ന്. അതായത് നമ്മൾക്ക് ഇഷ്ടമുള്ളത് മാത്രം, നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെല്ലാം വെറുതെ വിട്ട് നമ്മുടെ ഇഷ്ടമുള്ള ആൾക്കാർ എന്ത് കൊള്ളരുതായ്മ ചെയ്തു കഴിഞ്ഞാലും അവനെ നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന അണ്ണനൊരു റിയാക്ടറാണോ? അതാ എനിക്ക് ചോദിക്കാനുള്ളത്. അണ്ണനൊരു റിയാക്ടറാണോ ശരിക്ക്? ബൈജു അണ്ണൻ ഒരു റിയാക്ടറാണോ? അങ്ങനെ കൃത്യമായിട്ടുള്ളൊരു റിയാക്ടറാണോ? ഇനി ഒന്നും കൂടി ആലോചിക്കുക. അണ്ണൻ ഈ പണി തുടരണോന്നൊന്ന് ആലോചിക്കാറുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എന്താ വേണ്ടേ, അങ്ങനെ എല്ലാവരെയും ചെയ്യുകയാണെങ്കിൽ അയാളുടെ ഇത് ഒരു വീഡിയോ എടുത്ത് ഇടണം. ഇട്ടിട്ട് ഇതാടാ ഇത് എൻ്റെ നിലപാടായത്, സൗഹൃദവും നിലപാടും വേറെ വേറെയാന്ന് പറഞ്ഞ് വലിച്ചു കൂവണം. അതാ വേണ്ടത്. അല്ലാതെ ബിരിയാണി നമുക്ക് എവിടെ നിന്നും കിട്ടും. പ്രോഗ്രാം നമുക്ക് ചിലപ്പോൾ വിളിക്കും. ഇപ്പം നമ്മളെ തന്നെ എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും പ്രോഗ്രാം വിളിക്കാറില്ല. കാരണം എന്താ അറിയാം, നമ്മൾ അവരെ പറ്റിയിട്ട് റിയാക്ട് ചെയ്യും. അവൻ്റെ പ്രോഗ്രാമും വേണ്ട. കാരണം എന്താ വെച്ചാൽ ഈ നമ്മുടെ റിയാക്ഷനും നമ്മൾ ഇതും കണ്ടിട്ട് അത് റിയാക്ട് ചെയ്തതാണ്, അതെൻ്റെ തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് ചില ആൾക്കാർ സൗഹൃദം കൂടാൻ വരാറുണ്ട്. അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പോലെ പറയലാണ്. അതാണ് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ എനിക്ക് നുണ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇതാക്കിയിട്ടോ ഇതൊന്നും എനിക്ക് വേണ്ട. സത്യം പോലെ പറയും. നന്ദി, നമസ്കാരം.